പെരിയാക്കേസ് പ്രതികളുടെ വീട്ടിലും സന്ദർശനം നടത്തി CPM നേതാക്കൾ. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, MLA മാരായ CH കുഞ്ഞമ്പു, ജില്ലാ കമ്മിറ്റി അംഗം K കുഞ്ഞിരാമൻ എന്നിവരാണ് വീട്ടിലെത്തിയത്. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാരംഗ്, നേരത്തെ P ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുന്നിലെത്തി ഐക്യദാർഢ്യം അറിയിച്ചു. പാർട്ടി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. അവരുടെ വീട്ടിലേക്കും എത്തി ജില്ലയിലെ നേതാക്കൾ പിന്തുണ പാർട്ടിയുടേതായി അറിയിക്കുകയാണോ? ആരൊക്കെയാണ് അവിടെ സന്ദർശനം നടത്തിയത്? എന്ത് ആശയവിനിമയമാണ് കുടുംബവുമായി നടത്തിയത് പാർട്ടി? പ്രജീഷ്, ആദ്യഘട്ടത്തിൽ തന്നെ 1 മുതൽ 8 വരെയുള്ള പ്രതികളെ അവർ പാർട്ടി പ്രവർത്തകരല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരുന്ന കാസർകോട്ടെ പാർട്ടി നേതൃത്വം. പക്ഷേ അത് പാർട്ടി കുടുംബങ്ങളാണ്, അതുകൊണ്ട് കുടുംബങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ചുമതല തങ്ങൾക്കുണ്ട് എന്ന ഒരു തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ P ജയരാജൻ ജയിലിൽ വെച്ച് പ്രതികളെ കണ്ടതിന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികളുടെ വീട്ടിലേക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറിയും MLA-യും അതുപോലെ തന്നെ 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിന് ഇപ്പോൾ പ്രധാനമായും കേസിലെ 4ാം പ്രതിയുടെയും അതുപോലെ 15ാം പ്രതിയുടെയും വീടുകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും അവിടെ പെരിയയിൽ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും ദിവസമായി പാർട്ടി ജില്ലാ നേതാക്കളൊന്നും തന്നെ കുടുംബങ്ങളുമായൊന്നും തന്നെ വലിയ തോതിൽ ആശയവിനിമയം നടത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ പ്രതികളെ കണ്ണൂരിലേക്ക് എത്തിച്ച ദിവസം തന്നെയാണ് ഇപ്പോൾ ജില്ലാ നേതാക്കൾ പ്രതികളുടെ വീട്ടിലേക്ക് എത്തിയത്. പാർട്ടി ബന്ധവും അതിനുശേഷം ഉണ്ടാകുന്ന വിധി, 2 നാൾ മുൻപുണ്ടായ വിധി സംബന്ധിച്ചൊക്കെ തന്നെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിൽ നിർത്തുന്ന ഒരു സന്ദർഭമാണിത്. ആ സന്ദർഭത്തിലാണ് അത്തരം വിവാദങ്ങളൊക്കെ തന്നെ വകവയ്ക്കാതെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഘടകം, പാർട്ടിയുടെ തൊട്ടു പിന്നാലെ കാസർഗോഡ് ജില്ലാ ഘടകം, അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനുകമ്പ ഈ പ്രതികളോട് കാണിക്കാൻ തുനിയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശിക്ഷാവിധി പ്രഖ്യാപിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി കേസിൽ ശിക്ഷിക്കപ്പെട്ട പാർട്ടി നേതാക്കൾക്കായി അപ്പീൽ പോകുമെന്ന കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു തന്നെയാണ്. കൃത്യമായ വിധിപ്പകർപ്പ് പഠിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടി എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. പ്രതിഭാഗം അഭിഭാഷകനായ CK ശ്രീധരനും അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത്. അപ്പോൾ അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിയമോപദേശമൊക്കെ നേടിയതിനു ശേഷമായിരിക്കാം അവരിപ്പോൾ കുടുംബങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സാരംഗ്, നേതൃത്വത്തിന്റെ കൂടി അറിവോടുകൂടി, നേതൃത്വത്തിന്റെ കൂടി ആശയവിനിമയത്തിന്റെ ഭാഗമായിരുന്നിരിക്കണം ഈ 2 പ്രധാനപ്പെട്ട നേതാക്കൾ 2 ജില്ലകളിലുമായി എത്തുന്നത്. കാരണം ജനപ്രതിനിധി കാസർഗോഡ് വീട്ടിലേക്ക് എത്തുന്ന ജനപ്രതിനിധി കൂടെയുണ്ട്, MLA കുഞ്ഞമ്പു ഉണ്ട്, ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനുണ്ട്, പ്രധാനപ്പെട്ട നേതാവാണ് അവിടുത്തെ K കുഞ്ഞിരാമൻ. അപ്പോൾ ഇവരൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ കൃത്യമായും മേൽഘടകത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? എന്തായാലും കുടുംബങ്ങളെ പാർട്ടി തള്ളിക്കളയില്ല എന്നുള്ളൊരു കാര്യം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇത്തരത്തിൽ നടത്തിയ സന്ദർശനം എന്ന് തന്നെ പറയാം. കാരണം പ്രതികളെ നേരത്തെ തള്ളിപ്പറഞ്ഞിരുന്ന പാർട്ടി കുടുംബങ്ങളെ തള്ളിപ്പറയില്ല എന്ന ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് വീണ്ടും പരാമർശത്തിൽ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു സന്ദർശനം നടന്നിരിക്കുന്നത്.